വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരുപാട് നൊസ്റ്റാൾജിയ തരുന്ന ഒരു ഇലയപ്പം റെസിപ്പിയാണ്. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും പിന്നെ ഒരു 1/4 കപ്പോളം ഗോതമ്പ് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം 2 കപ്പ് അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ മാത്രമായിട്ടും ഈ ഒരു ഇലയപ്പം വെക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളവും ചേർത്തൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ലൂസാക്കി വേണം കുഴച്ചെടുക്കാൻ വേണ്ടി. കുഴയ്ക്കാനായിട്ട് നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തത്. ചൂടുവെള്ളം വേണമെന്നില്ല. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാവ് ഒന്ന് സോഫ്റ്റ് ആവാനും ഇലയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ നെയ്യുടെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് എണ്ണയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊരു ലൂസ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഒരുപാടല്ല, എന്നാലും ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി ലൂസ് വേണം. കണ്ടോ, ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. ഇനി വേറൊരു ബൗളിലേക്ക് 2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പോളം ചിരകിയ തേങ്ങയാണ്. ഇനി ഇതിലേക്ക് അല്പം ശർക്കര പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ശർക്കര ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു നേന്ത്രപ്പഴം കേട്ടോ. അത് ഒന്നാണ് ഞാൻ എടുത്തത്, ചെറുതായിട്ട് അരിഞ്ഞത്. അതും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. കൈവച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു വാഴയിലയിലേക്ക് ഈ ഒരു മാവ് വെച്ചുകൊടുത്ത് ഞാൻ ഈ പാത്രം വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൈവച്ച് വേണമെങ്കിലും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ലൂസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ പരന്ന് വന്നോളൂ കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇനി ആവി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ച് 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ 10 മിനിറ്റിന് ശേഷം എല്ലാം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ഒരു പഴം കൂടി വെച്ച് കൊടുത്തത് കൊണ്ട് നല്ലൊരു ഇതാണ്. കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ട് കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവെന്ന് അറിയത്തില്ല, കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒന്നും സ്നാക്ക് ഇഷ്ടമല്ലല്ലോ. കുറച്ച് ഹെൽത്തിയും വേണ്ടേ? എപ്പോഴും ഷവർമ, ബർഗർ അങ്ങനെയുള്ളതൊക്കെ മതിയോ? കൊള്ളാമോ? ചൂടുണ്ട്, ചൂട് പോട്ടെ. റഫാൻ എന്തായാലും കഴിക്കത്തില്ല, ആൾ പോയി. ഇതിപ്പോ റഫാൻ കഴിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ആ, ഇതാ പ്രശ്നം. നമ്മൾ ഉണ്ടാക്കുന്നതിലല്ല ബുദ്ധിമുട്ട്, കഴിക്കാതിരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കണം. ഞങ്ങളുടെ ചെറുപ്പത്തിലേക്ക് ഇതൊക്കെയാ കഴിച്ചുകൊണ്ടിരുന്നത്. സാധാരണ ഒന്നും വേണ്ട വേണ്ട എന്ന് പറയുന്നത് റഫാനാണ്. ബനാന കളഞ്ഞോ എടുത്ത്? അത് കഴിക്കത്തില്ല. ഇത് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബനാനൊക്കെ വെച്ച് ചെയ്ത് കൊടുത്തത്. ഇതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ അവസ്ഥ. ഷവർമ, ബർഗർ, പിസ്സ അങ്ങനെയുള്ളതൊക്കെ മതിയല്ലേ? ഇതൊന്നും പോകത്തില്ല അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.